തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധികൾ കൂടുതൽ ശക്തമാകുന്നതിനിടെ മമതാ ബാനർജിയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു എന്ന റിപ്പോർട്ട്. മമതാ സോണിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ന് അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതോടെ അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്തു. എന്നാൽ ലയന ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. അതിനിടെ തൃണമൂലിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി രാജ്യസഭാ MP സുഷ്മിതാ ദേവും ഇന്ന് തൃണമൂൽ വിട്ടു. രാജിവെച്ച ശേഷം സുഷ്മിതാ ദേവ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ ഡൽഹിയിലെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തു. കൂടാതെ വിശ്വസ്തരായി മമത കണക്കാക്കിയിരുന്ന ലോക്സഭാ MPമാരായ സയോനി ഘോഷും മാല റോയിയും വിമതപക്ഷത്തിന് പിന്തുണ നൽകിയതായും അഭ്യൂഹങ്ങളുണ്ട്. കോൺഗ്രസിനെ പിളർത്തി തൃണമൂലിനെ വളർത്തിയ മമതാ ബാനർജിക്ക് അവസാനം കോൺഗ്രസിൽ തന്നെ അഭയം പ്രാപിക്കേണ്ടി വരുമോ? പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് തൃണമൂൽ എന്ന പാർട്ടി അപ്രത്യക്ഷമാകുമോ? ആദ്യം കാണാം RDX റാപ്പ്. തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രതിസന്ധികൾ പ്രതിദിനം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെയാണ് മമതാ ബാനർജിയെയും അഭിഷേക് ബാനർജിയെയും പാർട്ടിയിൽ ചേരാൻ കോൺഗ്രസ് ക്ഷണിച്ചത്. ഇന്നലെ നടന്ന മമതാ സോണിയ കൂടിക്കാഴ്ചയിലും ഇന്ന് നടന്ന രാഹുൽ ഗാന്ധി അഭിഷേക് ബാനർജി കൂടിക്കാഴ്ചയിലും ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടായതായാണ് സൂചന. ഭാരവാഹി സ്ഥാനങ്ങളടക്കം ഇരുവർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വിഷയത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും സൂചനയുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഇന്നും തുടർന്നു. തൃണമൂൽ MPയായ സുഷ്മിതാ ദേവാണ് ഇന്ന് രാജ്യസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. രാജിവെച്ചതിനു ശേഷം സുഷ്മിതാ ദേവ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ ഡൽഹിയിലെ വസതിയിലെത്തി കണ്ടത് BJP ബന്ധത്തിന്റെ അഭ്യൂഹം ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യസഭയിൽ നിന്ന് ഈ ആഴ്ച രാജിവെക്കുന്ന രണ്ടാമത്തെ തൃണമൂൽ MP കൂടിയാണ് സുഷ്മിത. നേരത്തെ മമതയുടെ വിശ്വസ്തനും പാർട്ടിയുടെ രാജ്യസഭാ ചീഫ് വിപ്പുമായിരുന്ന സുഖേന്ദു ശേഖർ റേയും MP സ്ഥാനം രാജിവെച്ചിരുന്നു. മമതയുടെ വിശ്വസ്തരായി കണക്കാക്കുന്നവരടക്കം നിരവധി പേർ BJPയുമായി ചർച്ച നടത്തിയ വിമതപക്ഷത്തിനൊപ്പം ചേരാൻ പോകുന്നുവെന്നും അഭ്യൂഹമുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. തൃണമൂൽ നിയമസഭാ പാർട്ടി കോൺഗ്രസിൽ ചേരില്ല എന്നും MPമാരടക്കമുള്ള ദേശീയ പ്രാദേശിക നേതാക്കൾ ആരും കോൺഗ്രസിൽ ലയിക്കുന്നതായി തനിക്ക് അറിയില്ലെന്നും പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് ഋതബ്രത ബാനർജി പറഞ്ഞു. നിയമസഭയിൽ നിലവിൽ തനിക്ക് 64 പേരുടെ പിന്തുണയുണ്ടെന്നും അവർ ഉടൻ സ്പീക്കർക്ക് കത്ത് സമർപ്പിക്കുമെന്നും ഋതബ്രത പറഞ്ഞു. क्या मार्चर, हम लोग असेंबली में हमारा जो लेजिस्लेटिव पार्टी है हम लोग तो कांग्रेस में नहीं जा रहे हैं. और जहां तक मेरा जानकारी है पार्लियामेंट में जो MP लोग है वहाँ भी 2/3 से ज़्यादा लोग तो कांग्रेस के साथ मार्जर नहीं हो रहे. तो कौन किसका मार्जर? താൻ പാർട്ടി വിട്ടതിന് പിന്നിൽ വലിയ കഥയുണ്ടെന്നും ഒരേ സമയം 2 വള്ളങ്ങളിൽ കാലുവെക്കുന്ന സാഹചര്യം ആഗ്രഹിക്കുന്നില്ല എന്നും രാജ്യസഭയിൽ നിന്നും തൃണമൂലിൽ നിന്നും രാജിവെച്ച സുഷ്മിതാ ദേവ് പറഞ്ഞു. Why I took this decision is a very long story, and in politics I don't think everything needs to be revealed. But I feel that I don't want to be in a situation that I'm in two boats or anything like that. പക്ഷേ ഇതാണ് തൃണമൂലിലിപ്പോൾ ഒരു അണക്കെട്ടങ്ങ് പൊട്ടിയതുപോലെ ആളുകളെല്ലാം ഒഴുകി പോവുകയാണ്, പല ഭാഗത്തേക്ക് പോവുകയാണ്. പക്ഷേ എനിക്കതിനകത്ത് ഏറ്റവും ത്രില്ലുള്ള കാര്യം ഇന്ന് കേട്ടതിൽ കൗതുകം തോന്നിയത് മമതാ ബാനർജി കോൺഗ്രസിലേക്ക് ചേർന്നേക്കും എന്ന വാർത്തകളാണ്. അവിടെ വൈസ് പ്രസിഡന്റായിട്ട് അവരെ ക്ഷണിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്താ തോന്നുന്നത്? 29 വർഷത്തിന് ശേഷമുള്ള ഒരു മടക്കയാത്ര എന്ന മട്ടിലാണല്ലോ അതിനെ കാണേണ്ടത്. അതായത് ആ കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് കോൺഗ്രസിൽ നിന്ന് മമത പുറത്തിറങ്ങി വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ദേശീയ തലത്തിൽ തന്നെ നോക്കിയാൽ ഒരു വനിതാ നേതാവ് ആ കാലത്ത് അങ്ങനെ ഒരാളില്ല. അത്ര ചുറുചുറുക്കോടെ എന്നും വാർത്തകളിൽ നിറയുന്ന, എന്നും പുകിലുണ്ടാക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഈ ആഘോഷിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്ര ബോധ്യമോ ആശയ പ്രതിബദ്ധതയോ ഒന്നും കൊണ്ടല്ല മമതാ ബാനർജി മുന്നോട്ട് പോയത്, വളർന്നത്. അവരുടെ കരുത്തും ഇതൊന്നും ആയിരുന്നില്ല. ഈ സംഘർഷമായിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ സംഘർഷം, പുറത്ത് സംഘർഷം. ഈ സംഘർഷങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി. എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ലക്ഷ്യം CPMനെ എതിർക്കുക എന്നുള്ളതായിരുന്നു. CPMനെ തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, മന്ത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ CPMനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ BJPയായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു. വലിയ ലക്ഷ്യങ്ങളൊന്നും അതല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ പാർട്ടി അവിടെ പരാജയപ്പെടുന്നു. ഒറ്റയടിക്കുള്ള ഒരു പരാജയപ്പെടലൊന്നുമല്ല. ആ കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നുള്ള അവരുടെ ആരോപണത്തെ ഏതാണ്ടൊക്കെ ശരിവെക്കാവുന്ന തരത്തിലുള്ള കണക്കുകളും നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ അംഗീകരിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആദർശാത്മകമായ
ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല ഇത്. കാരണം ആ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 97 പുറത്താക്കി 98 തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ BJPയുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നു, റെയിൽവേ മന്ത്രിയാവുന്നു. അങ്ങനെ BJPയുമായി ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി അടുത്ത ഘട്ടം എത്തുമ്പോൾ, അതായത് BJP അധികാരത്തിൽ നിന്നൊഴിയുന്നു, UPA ഉദയം ചെയ്യുമ്പോൾ അവർ UPയുടെ ഭാഗമാവും. UPയുടെ ഭാഗമായി വീണ്ടും മന്ത്രിയാവുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു. അങ്ങനെ ആ അധികാരത്തിൻ്റെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ ബംഗാളിൽ അങ്ങനെ വിജയിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അധികാരം ഒരു സൈഡിലുണ്ട്. ആദ്യഘട്ടത്തിൽ NDAയ്ക്കൊപ്പം സഹകരിച്ചും പിന്നീട് UPAയ്ക്കൊപ്പം സഹകരിച്ചും അവർ ആ അധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിലൊരു വളർച്ച ആ കാലത്ത് ലെഫ്റ്റും കാണുന്നില്ലല്ലോ. ലെഫ്റ്റും അന്ന് വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒന്നാം UPAയിൽ ഇവരെ കൂടി പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. ആ UPA എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തന്നെ ആ സങ്കല്പത്തെ തന്നെ അവതരിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടു നടന്നത് ആ ഘട്ടത്തിൽ ലെഫ്റ്റാണ് അന്ന്. ആ ലെഫ്റ്റും അന്ന് തൃണമൂലിനും ഏതാണ്ട് ഒരുമിച്ച് എന്ന നിലയിലേക്ക് പറയാവുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉള്ളപ്പോഴാണ് അവിടെ മത്സരിച്ച് പരാജയപ്പെടുത്തി 2011 അവർ മുഖ്യമന്ത്രിയാവുന്നത്. പക്ഷേ അതിനുശേഷം അങ്ങോട്ട് അതുവരെ മുഖ്യശത്രു CPM ആയിരുന്നെങ്കിൽ പിന്നീട് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ലക്ഷ്യബോധമില്ല ആ പാർട്ടിക്ക് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ തകർച്ചയ്ക്കൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം 61 പേര് എന്തായാലും കയ്യിലുള്ളവർ പോയി എന്ന് ഉറപ്പായി. 64 പേര് പോയി എന്ന് പുറത്തെ പറയുന്നു. 61ൻ്റെ കണക്ക് പകലുണ്ടായിരുന്നു. 60 61 പിന്നെ ഇപ്പോൾ 64 പിന്നെ MP-മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 20 പേര് പോയി, അതിൽ കൂടുതൽ പേര് പോകുന്നു എന്നുള്ളതാണ് കരക്കമ്പി. രാജ്യസഭ MP അസമിൽ നിന്നുള്ള ആ സ്ത്രീ അവരും രാജിവെച്ചു. രാജ്യസഭയിൽ നിന്നുള്ളവർ രാജിവെച്ചു. ഹിമന്ത ബിശ്വ ശർമ്മയായി ചർച്ച നടത്തി BJPയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ആ സംവിധാനം അടപടലം തകർന്നിരിക്കുന്നു. ഇനി പശ്ചിമ ബംഗാളിൽ നിന്നുകൊണ്ട് വളരുക എന്നുള്ളത് എത്രത്തോളം അവർക്ക് സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. കാരണം തൃണമൂലിൻ്റെ അണികളും ഏതാണ്ട് കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് പശ്ചിമ ബംഗാളിൽ അണികൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഇതായതുകൊണ്ട് അവരും ഏതാണ്ട് കൈവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനി അടുത്ത ഏറ്റവും മികച്ച ആശ്രയം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരത് ഒരുപക്ഷെ സ്വീകരിച്ചേക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തൊട്ട് മുമ്പ് വരെ കോൺഗ്രസുമായി സഹകരിച്ചു പോകാവുന്ന സാധ്യതകൾ അവർ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് തന്നെ ആരാഞ്ഞിരുന്നു. ഇപ്പോൾ അവർക്ക് ആരുമായും സഖ്യമുണ്ടാക്കുന്നതിനോ ആരുമായും സഹകരിക്കുന്നതിനോ ഒരു പ്രശ്നമില്ലാത്ത നേതാവാണ്. അവരുടെ മരുമകൻ അഭിഷേക് ബാനർജിക്ക് അങ്ങനെ ഒരു കരിസ്മയുള്ള ഒരാളല്ല. അഭിഷേക് ബാനർജി ആഘോഷിക്കപ്പെട്ടത് 2021 തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ടാണ്. 2021 തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് വളരെ വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ, പ്രശാന്ത് കിഷോറിൻ്റെ ഏജൻസിയുടെ വലിയ പിന്തുണയോടെയുള്ള ഒരു വിജയം കൂടിയായിരുന്നു. അപ്പോൾ ആ വിജയം കൊണ്ട് ആഘോഷിക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ അത് മാത്രം പോരാ, അണികളെ ഒപ്പം നിർത്താൻ അയാളൊരു ഏകാധിപത്യ സ്വഭാവത്തോടെയാണ് പ്രവർത്തിച്ചത്. അയാൾ ഏതാണ്ട് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു തൃണമൂലിൻ്റെ അണികൾ എന്നുള്ള സ്ഥിതി നിലവിലുണ്ട്. അപ്പോൾ പിന്നെ അവിടെ മറ്റു സാധ്യതയില്ല. പക്ഷേ ഈ സാധ്യത വളരെ മികച്ച സാധ്യതയായി തന്നെയാണ് ഇവിടെ കോൺഗ്രസ് വിളവെടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്ന കാര്യം. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വമൊക്കെ ഏത് തരത്തിലാകും ഇതിനെ കാണുക എന്നുള്ളത് കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അല്ല, അത് തന്നെയാണ് ഇപ്പോൾ ഈ രാജ്യം നഷ്ടപ്പെട്ട രാജാവ് രാജ്ഞി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ സ്ഥിതി. സ്വന്തം പാർട്ടി അങ്ങ് പോയി. ഒരു പാർട്ടി, നമ്മുടെ ചരിത്രത്തിൽ പാർട്ടിയുടെ സുപ്രീം ലീഡറായിരുന്ന ആളുകൾക്ക് പാർട്ടി അപ്പാടെ നഷ്ടമാകുക എന്ന ഒരു സംഭവം നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. ഇങ്ങനൊരു സംഭവം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ അമർചിത്ര കഥകളിലൊക്കെ കാണുന്ന പോലുള്ളൊരു വല്ലാത്ത സംഭവമായിട്ട് ഇപ്പോൾ എൻ്റെ അയൽ രാജ്യത്ത് പോയിട്ട് അഭയം തേടുക, എന്നിട്ട് അവിടെ നിന്ന് യുദ്ധം നടത്തിയിട്ട് എങ്ങനെ തിരിച്ചു പിടിക്കാൻ നോക്കുക എന്നൊക്കെയുള്ള മറ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാലത്ത് ടൈം മാഗസിൻ പിന്നെ അവരുടെ 100 ലിസ്റ്റുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള സ്വാധീനശേഷിയുള്ള 100 പേരുടെ ലിസ്റ്റിൽ വളരെ ചെറുപ്പക്കാരിയായിരുന്ന മമതാ ബാനർജി ഉൾപ്പെടുത്തിയ കാലമുണ്ട്. അപ്പോൾ അത്രക്ക് രാജ്യത്തെ ഏറ്റവും ശക്തിയായിട്ടുള്ള വനിതാ നേതാവായിരുന്നു. അപ്പോൾ
ഇങ്ങനെയാണ്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ കാലത്ത് അവരെ മമതാ ബാനർജിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഉയർച്ചയ്ക്കും മുന്നോട്ട് പോക്കിനും ഇതുവരെയുള്ള വരവിനും കാരണമായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഇപ്പോൾ ബംഗാളിലില്ല. അതുകൊണ്ടുകൂടിയാണ് അവർ ഇങ്ങനെ ആയിപ്പോകുന്നത്. കാരണം എന്തായിരുന്നു അവർ 97 കോൺഗ്രസ് വിട്ടിട്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള കാരണം? ഹർഷദ് പറഞ്ഞു, അതായത് CPM-ന് എതിരായിട്ട് CPM സർക്കാരിനെതിരായിട്ട് കോൺഗ്രസ് ആവശ്യമായ ശക്തിയിൽ അടിക്കുന്നില്ല, ആവശ്യമായ ശക്തിയിൽ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്, കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി വരുന്നത്. ഇപ്പോൾ എന്താ സ്ഥിതി? 15 വർഷക്കാലം അവരുടെ ഭരണവും മറ്റും കഴിയുമ്പോഴേക്കുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ 97 അവസ്ഥയല്ല. ഇപ്പം അവരുടെ മുഖ്യ ശത്രു എന്ന് വെച്ചാൽ അവരുടെ പ്രത്യയശാസ്ത്രം തന്നെയായിരുന്ന, അവരുടെ പ്രത്യയശാസ്ത്രം CPM വിരുദ്ധതയായിരുന്നു. അത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. CPM അങ്ങേയറ്റം വീക്കായി നിൽക്കുകയാണ്. അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോയിന്റ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ തന്നെയാണ് കൃത്യമായിട്ട് ഈ പാർട്ടി ഒരൊറ്റ ആളില്ലാതെ അത്ഭുതകരമായ വിധത്തിലല്ലേ ഈ സയോണി ഘോഷ് എന്നൊക്കെ പറയുന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബംഗാളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ യൂട്യൂബിലൊക്കെ ഉള്ള ദൃശ്യങ്ങളിൽ വിഷ്വലിൽ മമതാ ബാനർജിയെ കോപ്പി അടിച്ച് പോകുന്ന പോലെയാണ്. അവരിടുന്ന ചെരുപ്പ് അതേപോലെ ഇട്ടിട്ട് അതുപോലെ നടക്കുന്നൊരു ആളായിട്ടാണ് സയോണി ഘോഷിനെയൊക്കെ കാണുന്നത്. അത്രമേൽ വലിയ ഡിറ്റോ ആയിട്ട് ഇവരെ പോലെയാണ് ഞാൻ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടന്ന നേതാക്കളടക്കം ഇന്നിപ്പോൾ കേൾക്കുന്ന സയോണി ഘോഷ് അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുവരെ ചാടിയിട്ടില്ല. ഈ സുഷ്മിതാ ദേവ് കോൺഗ്രസ് വിട്ടിട്ട് ഇവരുടെ കൂടെ വന്ന ആളാണ്. ഇപ്പോൾ അതാ പോയി. ഋതുപ്രതാ ബാനർജി പിന്നെ പണ്ടേ ഈ തരം കാര്യങ്ങളിൽ വിദഗ്ധനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി തിരിച്ചു കിട്ടില്ല എന്ന അവസ്ഥ ഉറപ്പായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പോയിട്ട് അവിടെ ഈ പറഞ്ഞ സോണിയാഗാന്ധിയെ കണ്ടത്. അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അവരാ മുന്നണി യോഗത്തിലൊന്നും പങ്കെടുക്കാറില്ല. നമുക്കറിയാമല്ലോ, അഭിഷേക് ബാനർജിയോ ഡെറക് ഓബ്രിയനോ പോലുള്ള നേതാക്കളെയാണ് അവർ പറഞ്ഞു വിടാറ്. അത് തന്നെ എല്ലാത്തിനൊന്നും പോകാറില്ല. ഞാൻ അത്രക്കങ്ങ് നന്നായിട്ടല്ല നിങ്ങളോട് നിൽക്കുന്നതെന്ന സൂചന എപ്പോഴും കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടേ ഉണ്ട്. ഈ പറയുന്ന ഇന്ത്യ മുന്നണി രൂപവൽക്കരണത്തിന് അന്ന് പോലും മമതാ ബാനർജി പോകാത്ത പ്രധാനപ്പെട്ട നേതാവ് മമതാ ബാനർജി ആയിരുന്നു. അങ്ങോട്ടേക്ക് എനിക്ക് ആവശ്യമില്ല നിങ്ങളെ എന്ന് മട്ട് പിടിച്ചിരുന്ന ആളാണ് ഇന്നലെ ഈ സടകൊഴിഞ്ഞ സിംഹത്തെ പോലെ അവിടെ പോയിരുന്നിട്ട് സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്ന മറ്റായിട്ട് കാണുന്നത്. 2 തവണ ഇന്നലെ സോണിയാഗാന്ധിയെ കണ്ടു, നാളെയോ മറ്റോ വീണ്ടും കാണും അത്രേ. 2 തവണ സോണിയാഗാന്ധിയെ കാണുന്നു. അഭിഷേക് ബാനർജി ഇന്നലെ പോയിട്ട് ഡൽഹിയിലുണ്ട്, രാഹുൽ ഗാന്ധി ഇന്ന് പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് കോൺഗ്രസിന് മുമ്പാകെ നിൽക്കുകയാണ് ഇവർ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്തുള്ള ഒരു കാര്യം, കോൺഗ്രസ്സിന് നമ്മൾ ഇന്നലെ വിശദമായിട്ട് ചർച്ച ചെയ്തല്ലോ, കോൺഗ്രസ്സിന് ശക്തരായിട്ടുള്ള നേതാക്കളെ വേണം. പല സംസ്ഥാനങ്ങളിലും ആളുകളെ ആവശ്യമുണ്ട്. കോൺഗ്രസ് അത് അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. ഇപ്പം നമ്മൾ CPM-ൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞാണല്ലോ, CPM-ന് ഇപ്പോൾ അവർക്ക് ആവശ്യമേ ഇല്ല. എന്തിനാണ് ആവശ്യം? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോലും അവർക്ക് അവരുടേതായിട്ടുള്ള കരുത്തിൽ CPM-നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനില്ല. അപ്പോൾ കേരളമാണ് CPM-ൻ്റെ സ്ഥലം. കേരളത്തിൽ പക്ഷേ കോൺഗ്രസ് സ്വന്തം നിലക്ക് അതിശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ CPM-ന് ആവശ്യമില്ല. മറ്റ് നേതാക്കളെ അവർക്ക് ആവശ്യമുണ്ട്. ഇന്നിപ്പോൾ വിജയ് പോയിട്ട് കണ്ടല്ലോ, ഇന്നിപ്പോൾ അല്പം മുമ്പ് രാഹുൽ ഗാന്ധിയെ വിജയ് പോയി കണ്ട്, രാഹുൽ ഗാന്ധി ആ കാര്യം ഫോട്ടോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ശക്തരായിട്ടുള്ള ആളുകളെ വേണം. ബംഗാളിൽ മമതാ ബാനർജിയെ കൊണ്ട് തൃണമൂൽ പാർട്ടി എന്ന് തിരിച്ചു പിടിച്ചിട്ട് ശക്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ വിചാരിക്കുന്നില്ല. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഹർഷ, 26 മില്യൺ വോട്ട് അവർക്ക് തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും നേടിയിട്ടുണ്ട്. 40% വോട്ട് തൃണമൂൽ കോൺഗ്രസ്സിൽ പാർട്ടിക്ക് അവിടെയുണ്ട്. 40%, 45%മാണ് BJP. 26 മില്യൺ എന്ന് വെച്ചാൽ 3 മില്യൻ്റെ കുറവ് മാത്രമേ BJPയുടെ ആകെ വോട്ടിന് നിന്ന് കുറവുള്ളൂ തൃണമൂൽ കോൺഗ്രസ്സിന് എന്ന് നമ്മൾ ഓർക്കണം. കോൺഗ്രസ്സിന് 3% വോട്ടാണുള്ളത്. ഇവർക്ക് 40% വോട്ടുണ്ട്. 40% വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെതറി. ഹർഷൻ പറഞ്ഞ പോലെ നമുക്ക് ബംഗാളിൻ്റെ ചരിത്രം അറിയാം. അധികാരത്തിലുള്ള ആൾ വീണാൽ പിന്നെ ആ അണികളെല്ലാം നേരെ പോയിട്ട് അവരുടെ പാർട്ടിക്കാരെ തന്നെ അടിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് ആ ഓഫീസുകൾ പിടിച്ച് ഇപ്പുറത്തെ പാർട്ടി കൊടുത്ത് ആ പാർട്ടിയുടെ നേതാക്കളായി മാറുക എന്നുള്ള നല്ല ചരിത്രമാണ് അവിടുത്തെ അണികൾക്കും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് 26 മില്യൺ വോട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അവിടെ നിലനിൽക്കണമെന്നില്ല. പക്ഷേ അപ്പോഴും 3% വോട്ട് മാത്രം കഴിഞ്ഞ തവണ പിടിച്ച 2 സീറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ, അത് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലാണ്. കോൺഗ്രസ്സിന് അവിടെ ഈ 26 മില്യൺ വോട്ട് പിടിച്ചിട്ടുള്ള മമതാ ബാനർജിയെ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കച്ചവടം തന്നെയായിരിക്കും. അതായത് അവർക്കിപ്പോഴും ഹർഷൻ പറഞ്ഞതുപോലെ അവർക്ക് ഈ ചെറുപ്പത്തിൻ്റെ ധീരയായിട്ടുള്ള നേതാവ് എന്ന സംഗതി അവരുടെ കൈവശം നിന്ന് പോയി. പക്ഷേ BJP അപ്പുറത്ത് നിൽക്കുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ മുതിർന്ന നേതാവ് എന്ന പദവി അവർക്കിപ്പോഴും ഒരുപക്ഷേ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് കോൺഗ്രസ് കാണുന്നുണ്ടാകണം. അപ്പോൾ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ആ നിലക്ക് കോൺഗ്രസ്സിന് തിരിച്ചു പിടിക്കാനാകും എന്ന ഒരു കളിയാണ് അവർ കളിക്കുന്നത്. അവർക്ക് വിൻ സിറ്റുവേഷൻ. കാരണം അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല കോൺഗ്രസ്സിന്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് അവിടെ വരും. ദേശീയ തലത്തിലാണെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ കൂടെ സ്വീകാര്യമായിട്ടുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാൾ അവരുടെ വൈസ് പ്രസിഡൻ്റായിട്ട് കിട്ടുക എന്ന് വെച്ചാൽ ചില്ലറ കളിയല്ല. കോൺഗ്രസ്സിൽ അത്തരം നേതാക്കളെ ആവശ്യമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട്
കോൺഗ്രസ്സിന് ഗുണപരമായിട്ടുള്ള കാര്യമാണ് ഇത്. പക്ഷേ ആരും അങ്ങനെ ഇത് ഈ പറയുന്ന അവിടെ കൂടുതൽ നേരമായിട്ട് താമസിക്കുന്നത് കൊണ്ടും ഇപ്പോൾ ഇത്രയും ദിവസം നിരന്തരമായിട്ട് ഡൽഹിയിൽ താമസിച്ച കാലം ഇപ്പോഴൊന്നുമില്ല മമതാ ബാനർജിക്ക്. അപ്പോൾ അവിടെ നിൽക്കുകയാണ്, സോണിയാഗാന്ധിയെ കാണുകയാണ്, അഭിഷേക് ബാനർജി അവിടെ ചെന്ന് കാണുകയാണ് രാഹുൽ ഗാന്ധിനെ. ഇങ്ങനെ കുറേയേറെ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് വസ്തുതയാണോ എന്നറിയില്ല, ഇത് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല, ഇതിങ്ങനെ തന്നെ സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും കോൺഗ്രസ്സിനും അതൊരു ഗുണപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ദേശീയ തലത്തിൽ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇറങ്ങുക എന്നതിന് ഒരു കാരണവും കൂടി ആകും എന്നുകൂടെ എനിക്ക് തോന്നുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയേക്കാൾ വലിയ തിരിച്ചടിയാണ് മമതാ ബാനർജിക്ക് തൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. 1998 കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ 2.5 പതിറ്റാണ്ടുകൾക്കപ്പുറം തനിക്കും ഇതേ അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് അവർ കരുതിയിരിക്കില്ല. മമതയുടെ വിശ്വസ്തരടക്കമാണ് ഇപ്പോൾ BJP-യുമായി ചർച്ച നടത്തുന്ന വിമതപക്ഷത്തോടൊപ്പം നിലകൊള്ളുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ തൃണമൂൽ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തുലാസിലാണെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. മമതയ്ക്ക് പഴയ പോലെ ഇനി പാർട്ടിയെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കെട്ടിപ്പടുക്കാൻ സാധിക്കുമോ എന്ന കാര്യവും സംശയമാണ്. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിലേക്കുള്ള മടങ്ങിപ്പോക്കിനുള്ള സാധ്യത മമതയ്ക്ക് മുന്നിൽ തുറക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മമതയെപ്പോലുള്ള ഒരു ശക്തിയായ നേതാവിനെ ലഭിക്കുക എന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വലിയ മുതൽക്കൂട്ടാകും എന്നതിലും സംശയമില്ല. പക്ഷേ മമതയുടെ നിലപാടുകളെ തുടക്കം മുതൽ എതിർത്തിട്ടുള്ള ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾ ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയുമാണ്.